അവിടെ എല്ലാ ഗെയിംസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതായത് സോഫ്റ്റ് ബോൾ, ക്രിക്കറ്റ്, ഖോഖോ, കബഡി എല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നമുക്ക് മിക്സഡ് സ്കൂൾ ആയതുകൊണ്ട് മിക്സഡ് ആയിട്ടാണ് ഗെയിം കളിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇതാവും. ഇപ്പൊ ഖോഖോ തന്നെ നമ്മള് ഗേൾസിന്റെ കൂടെ കളിക്കുന്നതിനേക്കാളും മിക്സഡ് ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫൈറ്റിംഗ് പവർ കുറച്ചുകൂടി കൂടും. അപ്പൊ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ഗെയിംസും നമുക്ക് ഇങ്ങനെ അറിയാം. അപ്പൊ അങ്ങനെ കൂടുതലും ഇതല്ലായിരുന്നെങ്കിൽ ഏതായിരുന്നു കൂടുതൽ ഓട്ടമായിരുന്നു? ഞാൻ സ്കൂളിലായിരുന്നു 100, 200. എന്റെ ഐറ്റം 100, 200 ലോങ് ജമ്പാണ്. എനിക്ക് സ്കൂൾ മറ്റേ ജീവിതരാജ് സ്കൂളിലൊക്കെ പഠിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. പിന്നീട് അങ്ങോട്ട് പൊളിറ്റിക്സ് ബൈ ചാൻസ്. ശരിക്കും അങ്ങനെയാണല്ലേ? അതായത് ബൈ ഇലക്ഷൻ ഇല്ലേ, എന്റെ മാമൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാമനാണ് കൗൺസിലർ. അപ്പൊ അവിടെ മാമന്റെ ഇലക്ഷൻ വർക്കിനാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇലക്ഷൻ വർക്കിന് വന്നപ്പോൾ ഞാൻ, എന്റെ അമ്മ, മാമിമാരെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കുറെ വനിതകളെല്ലാം കൂടി മാമന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇലക്ഷൻ വർക്കിന് ഇറങ്ങിയതാണ്. പിന്നീട് അതവിടെ സ്റ്റോപ്പായി. പിന്നെ മാമന് 6-7 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഇവരൊക്കെ വെറുതെ പറയുമായിരുന്നു, ഇലക്ഷൻ വർക്കിന് കൂടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാര് പറയും, അടുത്ത പ്രാവശ്യം വനിതാ വാർഡാണെങ്കിൽ ആശ നിൽക്കണമെന്ന് വെറുതെ പറഞ്ഞതാണ്. അതുവരെ പക്ഷെ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ വരണമെന്ന് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല. സ്കൂളില് കോളേജിലൊക്കെ ചെറുതായിട്ടൊക്കെ ആ സമയത്ത് സ്കൂളിങ്ങിന് മാത്രമാണ് സ്പോർട്സ്. പിന്നീട് കോളേജ് നമുക്ക് ഓരോ സമയം ഓരോ ലക്ഷ്യമായിരിക്കുമല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിലെ ചിലപ്പോൾ നമുക്ക് ടീച്ചർ ആവുന്നതായിരിക്കും. കുറച്ച് വലുതാകുമ്പോൾ നമ്മുടെ വേറെ. ഇപ്പൊ എനിക്ക് 10th വരെ സ്പോർട്സ് എനിക്ക് ഭയങ്കര പി.ടി. ഒരു അത്ലറ്റ് ആവണമെന്നായിരുന്നു. കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ +1 +2 കഴിഞ്ഞ് കോളേജ് ഡിഗ്രി കയറി കല്യാണം കഴിഞ്ഞ് പിന്നീട് എനിക്കൊരു ജോബ്, എന്റെ പോലീസ് ജോബ് തന്നെയായിരുന്നു.